ആദ്യമേ പറഞ്ഞിരുന്നു ഹല്ലേലൂയ, ദൈവമക്കളും ലോകമക്കളും ലോകരും തമ്മിൽ വ്യത്യസ്തതയുണ്ടായി. I said it in the beginning, there is a massive difference between worldly people and the godly people. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. So let's turn to Mark chapter 7. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മകളുള്ള ഒരു അമ്മ യേശുവിന്റെ സന്നിധിയിൽ വരുന്നത്. Mark chapter 7, it's talking about a mother bringing a daughter to Jesus with unclean spirit. ആ മകളെ കൊണ്ട് യേശുവിന്റെ അടുക്കൽ വന്ന് സൗഖ്യമാക്കുവാൻ പറയുമ്പോൾ When the mother was asking Jesus to heal her, അതിന്റെ 27 എടുക്കാം. Mark chapter 7 verse 27, please. And he said unto her, let the children first be filled. ഹല്ലേലൂയ. Hallelujah. ആദ്യം തന്റെ മക്കൾക്ക് തൃപ്തി വന്നതിന് ശേഷം എന്ന്. And it says that let the children be filled first. അതിന്റെ അർത്ഥം മറ്റുള്ളവർക്ക് കൊടുക്കത്തില്ലെന്നല്ല. It doesn't mean that he won't give it to the other people. യേശു എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് തന്റെ സ്വന്തം മക്കൾക്ക്. So he gave more importance for his own children first. ഈ ലോകത്തുള്ള മാതാപിതാക്കളും അപ്രകാരം തന്നെ ഞാൻ വിശ്വസിക്കുന്നു. Our worldly parents are also the same. They give priority തന്റെ to them. മക്കൾക്ക് കൊടുത്തതിന് ശേഷമേ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് തിരിയാറുള്ളൂ. They will give it to their children first and then they move to others. എന്നാൽ സ്വന്തം ജീവൻ നൽകിയ നമ്മുടെ കർത്താവ് യേശു എത്രയധികം. But how much more Jesus will be doing for us. ഹല്ലേലൂയ. Hallelujah. അപ്പം രോഗസൗഖ്യം എന്ന് പറയുന്നത് ദൈവ മക്കളുടെ ഒരു അവകാശമാണ്. So it's our right and right in Christ that to receive the healing in us. ഇല്ലെങ്കിൽ ഹീലിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകൾക്കും മേലും ഒരു ഫുൾനെസ് എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവകാശമാണ്. So it is our right in Christ that for every areas of our life to be filled. Hallelujah. Amen. Including spiritual, physical and mental.